നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എണ്ണ കൂടുതൽ ചൂടാക്കി യൂസ് ചെയ്യാൻ പറ്റുമോ, എത്ര തവണ ചൂടാക്കി യൂസ് ചെയ്യാം, ചൂടാക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി പ്രകാരം ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ട്രാൻസ് ഫാറ്റ് മാറ്റിയതിന് ശേഷം ആ എണ്ണ ഒരു 3 തവണയെങ്കിലും യൂസ് ചെയ്യാമെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ എണ്ണ ഒരുപാട് ചൂടാക്കി യൂസ് ചെയ്യുമ്പോൾ പുക വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ എണ്ണ പിന്നീട് യൂസ് ചെയ്യരുത്. ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ള എണ്ണയാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്കത് യൂസ് ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് അരിച്ചെടുത്ത് അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ടോ, അതിൻ്റെ സ്മെല്ല് മാറിയിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക. കറുത്ത കളറിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് അതിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് കൊഴുപ്പുണ്ടാവുമല്ലോ, ഫാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊഴുപ്പ് ട്രാൻസ് ഫാറ്റായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ടൈം ചൂടാക്കുന്ന സമയത്ത് ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുന്നു. അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇത്തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഈ ഓവർ ഹീറ്റഡ് ആയിട്ടുള്ള എണ്ണയിൽ നിന്ന് വരുന്ന സമയത്ത് കാർസിനോജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് നമുക്കത് പ്രയോജനപരമാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഒരു തവണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ യൂസ് ചെയ്ത ഭക്ഷണവും അതുപോലെ അതിൻ്റെ എണ്ണയുടെ നേച്ചറും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ട് തീരുമാനം എടുക്കാവുന്നതാണ്. ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.